പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വരാനിരിക്കുന്ന രാജാവിനെ കുറിച്ച് മിക്ക പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ബെത്ലഹേം എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്നും പുറപ്പെടും. അവൻ പണ്ട് യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവരാണ്. ഈശോയെ പ്രിയരെ, ഈ വിശ്വാസം ഇസ്രായേൽക്കാർ മാത്രമല്ല, ഗ്രീക്ക് റോമൻ ജനതകളും പുലർത്തിയിരുന്നുവെന്ന് ചരിത്രം. റോമൻ ചക്രവർത്തി വെസ്പേസ്യന്റെ കാലത്ത് സൊറ്റോണീസ് എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തി, അക്കാലത്ത് യൂദയായിൽ നിന്നും വരുന്നവൻ ലോകം ഭരിക്കുമെന്ന് അതിപുരാതനവും അംഗീകൃതവുമായൊരു വിശ്വാസം പൗരസ്ത്യരെ മുഴുവൻ സ്വാധീനിച്ചിരുന്നു. ചൈനക്കാരനായ കൺഫ്യൂഷ്യസ് കുറിച്ചു, വിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്നും വരണം, അദ്ദേഹത്തിനെല്ലാം അറിയാം, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മേൽ അവിടുത്തേക്ക് അധികാരമുണ്ടായിരിക്കും. ഈശോയിൽ സഹോദരരെ, ഈ പ്രവചനങ്ങളും പ്രതീക്ഷകളും യേശുക്രിസ്തുവിൽ പൂവണിഞ്ഞു. യേശുക്രിസ്തു എന്നും ചരിത്രത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്, മനുഷ്യകുലത്തിൻ്റെ അച്ചുതണ്ടാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഹെബ്രായരുടെ ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യം. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ദൈവജനമേ, എല്ലാവരുടെയും ചരിത്രം ജനനത്തോടെ ആരംഭിച്ച് മരണത്തോടെ അവസാനിക്കുന്നു. എന്നാൽ ജനിക്കും മുമ്പേ ജീവചരിത്രം ആരംഭിച്ച് മനുഷ്യരക്ഷയ്ക്കായി പുൽത്തൊട്ടിയിൽ മനുഷ്യനായി പിറന്ന് മനുഷ്യനായി ജീവിച്ച് പീഡാസഹനങ്ങളിലൂടെ കടന്നുപോയി കുരിശിൽ മരിച്ച് അരുൾ ചെയ്തതുപോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ചരിത്രം തുടരുന്ന, ചരിത്രത്തിൽ വ്യക്തമായ തെളിവുകളോടെ ഇന്നും ജീവിക്കുന്ന ഏക വ്യക്തി, വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നരുൾ ചെയ്ത യേശുക്രിസ്തു. മഹാനായ ഫുൾട്ടൻ ജേഷീൻ പറഞ്ഞു, യേശുക്രിസ്തുവിനല്ലാതെ മറ്റൊരു വ്യക്തിക്കും തൻ്റെ ജനനത്തെയും ജീവിത സാഹചര്യങ്ങളെയും പറ്റി നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചനമുണ്ടെന്ന് അവകാശപ്പെടാനാകില്ല. ദൈവമക്കളെ, ആ കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം, ആ വിശ്വാസം ജീവിത ശൈലിയാക്കി ജീവിക്കാം, സ്വർഗത്തിൽ എത്തിച്ചേരാം. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ബെത്ലഹേമിലെയും നസറത്തിലെയും ഉണ്ണിയേശു അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.